വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യയെ ഫൈനലിലെത്തിച്ചതിന് പിന്നാലെ അതിവൈകാരികമായി പ്രതികരിച്ച് ജെമിമ റോഡ്രിഗസ്. സെമി ഫൈനലിൽ കരുത്തരായ ഓസ്ട്രേലിയയെ 5 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനം. സെഞ്ചുറിയുമായി പുറത്താകാതെ നിന്ന ജെമിമയാണ് ഇന്ത്യയുടെ വിജയശില്പിയും കളിയിലെ താരവും. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 49.5 ഓവറിൽ 338 ഓൾ ഔട്ടായി. മറുപടി ബാറ്റിങ്ങിൽ 9 പന്തുകൾ ശേഷിക്കെ 5 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഇന്ത്യ ലക്ഷ്യം കണ്ടു. 134 പന്തിൽ 14 ഫോറുകൾ സഹിതം 127 റൺസുമായി ജെമിമ പുറത്താകാതെ നിന്നു. മത്സരശേഷം പൊട്ടിക്കരയുകയായിരുന്നു താരം. ലോകകപ്പിൽ ഉടനീളം കടുത്ത ഉത്കണ്ഠയിലൂടെയാണ് കടന്നുപോയിരുന്നതെന്നും മാനസികമായി വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നെന്നും ജെമിമ പറഞ്ഞു. വൺ ഡൗണായി താൻ ബാറ്റ് ചെയ്യേണ്ടി വരുമെന്ന് അറിയില്ലായിരുന്നെന്നും താരം വെളിപ്പെടുത്തി. ആദ്യമേ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെക്കൊണ്ട് തനിച്ച് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നാണ് വിശ്വസിക്കുന്നത്. അമ്മ, അച്ഛൻ, പരിശീലകൻ തുടങ്ങി എന്നെ വിശ്വാസത്തിലെടുത്ത എല്ലാ മനുഷ്യർക്കും ഞാൻ നന്ദി പറയുന്നു. കഴിഞ്ഞൊരു മാസക്കാലം എനിക്ക് വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. ഇപ്പോഴും ഇതെല്ലാം എനിക്ക് സ്വപ്നമായാണ് തോന്നുന്നത്, ജെമിമ പറഞ്ഞു. 3-ാം നമ്പറിൽ ബാറ്റ് ചെയ്യണമെന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഇന്ത്യയുടെ ബാറ്റിംഗ് ആരംഭിച്ചപ്പോൾ ഞാൻ കുളിക്കാൻ പോയി. എപ്പോൾ ബാറ്റ് ചെയ്യാൻ ഇറങ്ങണമെന്ന് എന്നോട് പറയണമെന്ന് ടീം അംഗങ്ങളോട് പറഞ്ഞിരുന്നു. ഞാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നതിന് 5 മിനിറ്റ് മുൻപാണ് വൺ ഡൗൺ ആയിരിക്കുമെന്ന നിർദ്ദേശം ലഭിക്കുന്നത്. എൻ്റെ 50യോ സെഞ്ചുറിയോ അല്ല ഇവിടെ കാര്യം, മറിച്ച് ഇന്ത്യയെ വിജയത്തിലെത്തിക്കുക മാത്രമായിരുന്നു. ഇന്ത്യയെ ജയിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഈ ലോകകപ്പിൻ്റെ ഓരോ ദിവസവും ഞാൻ കരയുകയായിരുന്നു. വല്ലാത്തൊരു ഉത്കണ്ഠയിലൂടെയാണ് കടന്നുപോയിരുന്നത്. മാനസികമായ ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. ബൈബിളിലെ ഒരു വാചകമാണ് അവസാനം വരെ മനസ്സിലുണ്ടായിരുന്നത്. അവസാനം വരെ നിൽക്കുക, ദൈവം നിനക്കായി പോരാടും. ഞാൻ അവിടെ നിലയുറപ്പിച്ചു. അവൻ എനിക്കായി പോരാടി എന്നാണ് വിശ്വസിക്കുന്നത്, ജെമിമ പ്രതികരിച്ചു. ഈ ലോകകപ്പിൽ ബാറ്റിംഗ് ഓർഡറിൽ 5-ാമതായിരുന്നു ജെമിമയുടെ സ്ഥാനം. ന്യൂസിലൻഡിനെതിരെ മാത്രമാണ് 3-ാമത് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത്.